മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ എത്തിയിട്ടില്ല. ഇത് നമ്മുടെ ക്യാമ്പ് ക്യാമ്പസ് അല്ലേ, അവിടെയുള്ള അങ്ങനെ തോന്നുന്നു ഡെൻറ്റനിലുള്ള നമ്മുടെ റിട്രീറ്റ് സെൻറ്ററിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ. ധ്യാന ഈശോയുടെ കരുണയാൽ ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും, അതിൽ കൂടുതൽ ആൾക്കാർക്ക് വരാൻ പറ്റി. 4 ധ്യാനങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് കേട്ടോ. മുതിർന്നവരുടെ ധ്യാനം, യൂത്തിൻ്റെ ധ്യാനം, ടീൻസിൻ്റെ ധ്യാനം, കിഡ്സിന്, അങ്ങനെ വലിയൊരു 4-5 ധ്യാനം ഒരുമിച്ച് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലും ഞാൻ സമയം കണ്ടെത്തി നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്വരമൊക്കെ കുഴപ്പമില്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഈ മാസത്തിൽ എല്ലാ കാര്യവും നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെസ്സിങ് ആണ് തരുന്നത് കേട്ടോ. ഈ മാസത്തിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവൃത്തിയും ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കണം, എല്ലാം നന്നായി നടക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു നന്മ പറഞ്ഞ ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും അന്വേഷണം ഞാൻ ഇവർക്ക് കൊടുത്തേക്കാം കേട്ടോ. അവരെല്ലാവരും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് യേശയ്യ 40:11. ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 40:11. എൻ്റെ സഹോദരങ്ങളെ, ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നറിയോ? തലക്കെട്ട് ഇതാണ്: എന്തിനായി തിരക്ക് കൂട്ടുന്നത്? ചില മനുഷ്യരുണ്ട് വീട്ടിൽ കിടന്ന് അങ്ങനെ ഇങ്ങനെ ഭയങ്കര തിരക്കും ബഹളം കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വളരെ സ്ലോവായി ചെയ്യരുത്, കാര്യങ്ങളൊക്കെ സ്പീഡ് ചെയ്യണം, അതൊരു നാച്ചുറൽ കാര്യം. യേശയ്യ 40:11 വചനം വെളിപ്പെടുത്തുകയാണ്: ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. ഈശോയെക്കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ്. അവിടുന്ന് എങ്ങനെയാണ് മേയ്ക്കുന്നത്? ഒരു ഇടയനെ പോലെ അവിടുന്ന് എൻ്റെ ആട്ടിൻകൂട്ടമാകുന്ന നമ്മളെ മേയ്ക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം മേയിക്കുന്നു. ഹല്ലേലൂയ. എന്ത് രസമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ യാത്രയ്ക്ക് പോയ സമയം ഈ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട് പോകുന്ന ഇടയന്മാരെ എന്തൊരു ക്ഷമയാണ്, എന്തൊരു ലെവലാണ്. ചിന്തിച്ച് നോക്കിയേ അല്ലേ. അതിൽ ആട്ടിൻകുട്ടികളെ എടുത്ത് തള്ളയാടുകളെ സ്പീഡൊക്കെ കൊണ്ട് പതുക്കെ ഒക്കെ അല്ലേ. നമുക്കത് നിങ്ങളൊന്ന് വിഷ്വലൈസ്, ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയേ. എന്ന് പറയുന്ന പോലെയാണ് ഈശോ. കർത്താവിൻ്റെ ഒരു ദീർഘക്ഷമ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ തട്ടിക്കളയേണ്ട സമയമായില്ലേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ വീട്ടിലൊരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ അല്ലേ. അപ്പോൾ നോക്കിയേ, അവരൊക്കെ ഒരു സംഭവം, ഒരു ഇടയൻ്റെ മനസ്സ്. അത് ഇടവകളിൽ വികാരിച്ചതിന് മാത്രമല്ല, നമ്മൾ ഇടയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓർക്കും. അത് ഒരു ഇടയനാണ് നമ്മൾ ഓരോരുത്തരും ഒരു ഇടയന്മാരാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ മേയിക്കേണ്ട ഒരു രീതിയുണ്ട്. അവരെ പച്ചപ്പുൽ മേടുകളിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ. അപ്പം അതുകൊണ്ട് അവരെ ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ. അപ്പം നമുക്ക് ആ ഒരു 52:12 അതിൻ്റെ ഓർമ്മ. നിങ്ങൾ തിടക്കം കൂട്ടണ്ട, വേഗം പോകണ്ട അല്ലേ, കർത്താവായിരിക്കുന്നത് മുമ്പിൽ നടക്കുന്ന പിൻകാവൽക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇടയൻ്റെ മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. നഷ്ടപ്പെട്ടു പോയതിന് എടുത്തോണ്ട് വരുന്നൊരു മനസ്സ് അല്ലേ, സ്വരം കേട്ട് തിരിച്ചറിയും. എന്തൊക്കെ കാര്യങ്ങളാണ് നല്ല ഇടയനെ കുറിച്ച് യോഹന്നാൻ 10 കിടക്കുന്നത്. അപ്പം ഞാനൊരു ഇടയനാണോ? പിന്നെ ഇടയത്തി എന്നുള്ള വാക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരു ഇടയ സ്ത്രീ എന്ന് വേണേൽ പറയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ആ ഒരു മൈൻഡ് നമുക്ക് വളർത്തിയെടുക്കാം. ഈ വചനമെല്ലാം നല്ലതാണ്. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവം എല്ലാ ദുഷ്ടാരികളും പൈശാചികതകളെ തടസ്സങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈ വചനത്തെ പറഞ്ഞതുപോലെ ജീവിതം ക്രമീകരിക്കാനൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ മാസം അവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ ഈ മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും വലിയ ദൈവകൃപ എല്ലാം നന്നായി നടക്കട്ടെ, ഉദ്യമങ്ങളെല്ലാം വിജയിക്കട്ടെ. കർത്താവ് ഈ മാസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാക്കി ഇവർക്ക് മാറാൻ ഇടവരുത്തണമേ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ എളിയദാസൻ ആശീർവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരനീട്ടി ആശീർവദിക്കണമേ. ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങളുമായി വന്ന് ഞാൻ അവരെ സന്ദർശിക്കുമെന്ന് പറഞ്ഞ വചനം നിറവേറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.